നമ്മുടെ എറണാകുളത്ത് വന്നിട്ടുള്ള ആ ഒരു ഫ്രോൺസിന്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ബേസ് മോഡലായിട്ടുള്ള വണ്ടിയാണ്, ഒരുപാടധികം വർക്ക് ഉണ്ടായിരുന്നു. ഞാൻ ഓരോന്നോരോന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ നമ്മുടെ ഹെഡ് ലാമ്പ് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തു, വൈറ്റിലേക്ക് മാറ്റി. ഇതിന്റെ 55 വാട്ട് വരുന്ന ഒരു ഹെലോജൻ ബൾബായിരുന്നു, അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്തിട്ട് നമ്മൾ ഹൈ പവറുള്ള ഹെഡ് ലാമ്പ് ബൾബിലേക്ക് മാറ്റിയിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഇതിന്റെ വെട്ടം കാണിച്ചു തരാം. അപ്പോൾ ഇതിന് വേറെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആ ബൾബാക്കി ഇത് കയറ്റി വയ്ക്കാത്തതിനുള്ളൂ. പിന്നെ നമ്മളെ മിറർ ഫോൾഡിംഗ് ആണ്, ഓട്ടോ ഫോൾഡിംഗ് ആണ്, ഉള്ളൊരു മിറർ നമ്മൾ ആഡ് ചെയ്തു. ഇതിന്റെ ഡെൽറ്റ സീറ്റയിലൊക്കെ വരുന്ന ആ ഒരു സെയിം മിറർ തന്നെയാണ് വരുന്നത്. ഗ്ലോസി ബ്ലാക്ക് ആയിട്ടുള്ള ഒരു കവറാണ്. ഇത് വേണമെങ്കിൽ കമ്പനി കളറിലേക്ക് നമുക്ക് മാറ്റാം. കൂടുതലും കോമ്പിനേഷൻ ഈ ഒരു കളറിലാണ് കേട്ടോ വരുന്നത്. അപ്പോൾ ഇത് ഞാൻ ലോക്ക് ചെയ്ത് കാണിച്ചിട്ടുണ്ട്, ഓട്ടോ ഫോൾഡിങ്ങിന്റെ ഫംഗ്ഷൻ. അതുപോലെ നമ്മൾ 360 ക്യാമറ കണ്ടില്ലേ, ഇവിടെ ഫിറ്റ്മെന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലോക്ക് ചെയ്ത് കാണിച്ചാൽ അതെ, ലോക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് ഫോൾഡ് ആയിട്ടുണ്ട്. ജസ്റ്റ് അൺലോക്ക് ചെയ്യുമ്പോൾ അൺഫോൾഡ് ആയിട്ടുണ്ട് കേട്ടോ, ഉണ്ടല്ലേ. അപ്പം ഇങ്ങനെയാണ് ഇതിൻ്റെ ഫങ്ഷൻസ്. ഇനി അതല്ല, നമുക്ക് റണ്ണിങ്ങിൽ കീ ഓണിലോ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കുമ്പോഴോ നമുക്ക് ഏതെങ്കിലും കാരണവശാൽ നമുക്ക് മിറർ നമ്മളെ ഫോൾഡിങ് ആക്കണമെങ്കിൽ ഈ സ്വിച്ച് ഞെക്കി കഴിഞ്ഞാൽ ഫോൾഡ് ആയിട്ടോ. ഇത് ബേസ് മോഡൽ വണ്ടിൽ കൂടുതലും ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോ ഫോൾഡിങ്ങും അതേപോലെ തന്നെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലെങ്കിൽ നമുക്ക് ഗ്ലാസ് ഇറക്കിയ ശേഷമാണ് ഇത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ. ഫ്രോൺസ് ആയാലും ബലേൻ്റെ ആയാലും ഇതിന് വരില്ല, നമുക്ക് ഇങ്ങനത്തെ നോബൊന്നും പണ്ടത്തെ പോലെ വരണില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഗ്ലാസ് ഇറക്കിയിട്ട് ഇങ്ങനെ മാനുവലായിട്ട് ചെയ്യണം. അപ്പം അതിന് വേണ്ടിയാണ് ബേസ് മോഡൽ എടുക്കുമ്പോൾ തന്നെ നമ്മളെ മിറർ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യണം. അതിൽ നമുക്ക് ഈ ജോയിസ്റ്റിക്ക് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ മിറർ ഉണ്ടല്ലേ പക്ക ഒരു ലാഗ് ഇല്ലാണ്ട് കളിക്കുന്നുണ്ട്. അപ്പുറത്ത് കാണിച്ചു തരാം, കണ്ടില്ലേ, അപ്പുറത്തും കറക്റ്റായിട്ട് തന്നെ ഒരു ലാഗ് ഇല്ലാണ്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളെ ടോപ്പ് എൻഡിൽ വരുന്ന സ്റ്റിയറിംഗ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ല, ഇങ്ങനെ വരുന്നത് നമ്മൾ ലെതർ റാപ്പിങ്ങോടുള്ള സ്റ്റിയറിംഗ് ആണ്. നമ്മൾ ഇന്ത്യയിലെ ആ ഒരു ബ്ലാക്കും സിൽവറും കോമ്പിനേഷനിൽ തന്നെയാണ് സ്റ്റിയറിംഗ് വന്നിട്ടുള്ളത്. നമ്മളെ ഇൻവിലേഷൻ ലൈറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ലെതർ റാപ്പിങ്ങുള്ള സ്റ്റിയറിംഗ് ആയതുകൊണ്ട് തന്നെ നല്ല കംഫർട്ടബിളായിട്ട് ഓടിക്കാൻ പറ്റും. പിന്നെ സ്റ്റാർട്ട് ചെയ്ത് കാണിച്ചു തരാം, ഒരു തരത്തിലുള്ള വാർണിങ്ങുകളൊന്നും വന്നിട്ടില്ല കേട്ടോ, കണ്ടില്ലേ, ഒരു തരത്തിലുള്ള വാർണിംഗും ഇല്ല. നമ്മൾ ഇത് നമ്മളെ ഡെൽറ്റയിലൊക്കെ വരുന്ന ഡെൽറ്റ പ്ലസിലൊക്കെ വരുന്ന ആ ഒരു സെയിം ക്ലോക്ക് സ്പ്രിംഗ് ആണ് ഈ ഒരു ബേസ് മോഡൽ ആഡ് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആയിട്ട് വരുന്ന ഹാമറസ്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്, കണ്ടില്ലേ, സ്ലൈഡിങ് ഉണ്ട്, സ്റ്റോറേജ് സ്പേസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. പ്രത്യേക രസമാണ്, ലോങ് പോകുമ്പോൾ നല്ല എന്താ പറയുക യൂസ്ഫുൾ ആട്ടോ നമുക്ക്. അപ്പോൾ നമ്മൾ മിറർ ഫോൾഡിങ്ങും സ്റ്റിയറിങ്ങും ഹാമറസ്റ്റ് ആണ് ആയിട്ടുള്ള നമ്മൾ ചെയ്തിട്ടുള്ള OEM പാർട്സ് ചെയ്തിട്ടുള്ള കേട്ടോ. ഉള്ളിലേക്ക് കയറിയിട്ട് ഞാൻ സ്റ്റീരിയോനെ കുറിച്ച് പറഞ്ഞുതരാം. നമ്മൾ മോക്കോന്റെ ഒരു 4G സിമ്മൊക്കെ ഇടാൻ പറ്റുന്ന 50 വാട്ട് വരെ സ്റ്റീരിയോ ചെയ്തിട്ടുള്ളത്. 1 ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി കാര്യങ്ങളുണ്ട്. ഡിസ്പ്ലേ ക്വാളിറ്റി ഒക്കെ നല്ല രീതിയിലുള്ള ഒരു സ്റ്റീരിയോ ആണ്. അതേപോലെ നമ്മൾ സ്പീക്കേഴ്സ് ചെയ്തിട്ടുള്ളത് മൊറേലിന്റെ കോമ്പൗണ്ട് സ്പീക്കേഴ്സ് ഫ്രണ്ടിലും ബാക്കിൽ കോവാക്സിൽ നമ്മളെ ഹർമന്റെ ഇൻഫിനിറ്റിയുടെ പ്രൈമർ സീരീസ് എന്ന് പറഞ്ഞുള്ള ഒരു വേരിയന്റ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് കോവാക്സിലും ഇത് കോമ്പൗണ്ട് ചെയ്തിട്ടുള്ളത്. 50 വാട്ട് ഔട്ട്പുട്ട് ഉള്ള ഒരു സ്റ്റീരിയോ കൊണ്ട് തന്നെ നമ്മളെ മൊറേലിന്റെ സ്പീക്കേഴ്സ് ഒക്കെ നല്ല രസമായിട്ട് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ലാസ്റ്റ് ഒരു സോങ് വെച്ച് നിങ്ങളെ കേൾപ്പിച്ചു തരാം. സ്റ്റീരിയോ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഈ ലുക്കിലാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിൽ ആപ്പിൾ കാർപ്ലേ അതിനോട്ട് ലൈസൻസ്ഡ് ആയിട്ട് വരുന്ന വയർലെസ് ആയിട്ട് കിട്ടും, നമുക്ക് വയറൊന്നും കണക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. മെയിനായിട്ട് ഈ ഒരു സംഭവത്തിൽ നമുക്ക് എന്താ പറയുക 360 ഡിഗ്രി ക്യാമറ ഉള്ള ഒരു സീറ്റായിട്ട് കരുതിയാൽ മതി കേട്ടോ. പിന്നെ 4G സിം ഇടാൻ പറ്റും. ഇപ്പോൾ ഈ ഒരു ലുക്കിലാണ് വന്നിട്ടുള്ളത്. നമ്മളെ 360യുടെ ആ ഒരു ആപ്ലിക്കേഷൻ എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ വരണം. അത് ഫ്രണ്ട് ക്യാമറയാണ്. അതേപോലെ തന്നെ ഞാൻ ജസ്റ്റ് ബ്രൈറ്റ്നെസ് കുറച്ചിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഇത് ഫ്രണ്ട് ക്യാമറയാണ്. ഇത് തന്നെ 3 പൊസിഷനിൽ നമുക്ക് കാണാം. ബേഡ് വ്യൂവിലും കാണാം, അതേപോലെ തന്നെ വൈഡിലും വൈഡ് അല്ലാണ്ടും കാണാം കേട്ടോ. അതും അതുപോലെ തന്നെ ബാക്കും കാണാം. നൈറ്റിലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി, ലോ ലൈറ്റിലായാലും അത്യാവശ്യം നല്ല ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. പിന്നെ നമുക്കിതിങ്ങനെ സൈഡ് വ്യൂ ഇട്ടാലും നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇന്ന വ്യൂവിലേക്ക് പോകും. അപ്പോൾ നമുക്ക് അതും ഇതേപോലെ മാനുവലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ 3D മോഡാണ്. പാർക്കിങ്ങിലൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡാണ് കേട്ടോ. ഈ വണ്ടി ഓടിച്ച് പഠിക്കുന്ന ആൾക്കാർക്ക്, ബിഗിനേഴ്സിനൊക്കെ നല്ലതാണ്. ഇത്തിരി വയസ്സായിട്ടുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്രദമായിരിക്കും. ഡൗട്ടായിരിക്കും എവിടെ എന്തൊക്കെ ഇരിക്കണമെന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ മാനുവലായിട്ട് നോക്കാൻ പറ്റും. പിന്നെ ഈ ഒരു സൈഡിലേക്ക് ഇടുമ്പോൾ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ഏരിയ കണ്ട ആ ഒരു ടയറിൻ്റെ പോർഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണാൻ പറ്റും. റൈറ്റും ലെഫ്റ്റ് ആയാലും കാണാൻ കണ്ടില്ലേ, ആ ഒരു റൈറ്റ് സൈഡിലുള്ള ടയർ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റും, നല്ല ക്ലാരിറ്റി കിട്ടാം. അപ്പോൾ ഇതാണ് 360യുടെ മൊത്തത്തിൽ നമ്മൾ സ്റ്റിയറിംഗിലേക്ക് പെയർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ കേട്ടോ, പക്കയായിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത വെച്ചാൽ ഇത് 39 വാൻഡ് ഇക്വലൈസർ മോഡ് ഉണ്ട്. നമുക്ക് ഹൈ ഫ്രീക്വൻസിയും എന്താ പറയുക മിഡ് ബാസും മിഡ് റേഞ്ചൊക്കെ നമുക്ക് സെപ്പറേറ്റ് ട്യൂൺ ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ക്ലാരിറ്റി നമുക്ക് കിട്ടും. അപ്പോൾ ഡിസ്പ്ലേ ക്വാളിറ്റിക്ക് ആയിട്ട് ഒരു സോങ് നിങ്ങൾക്ക് പ്ലേ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ്നസ് കുറച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ.
ഇതൊക്കെ തന്നെയാണ് നമ്മളെ എറണാകുളത്ത് വന്നിട്ടുള്ള ഈ ഒരു ഫ്രോൺസിൻ്റെ വീഡിയോ വർക്ക് കാര്യങ്ങളൊക്കെ. അപ്പോൾ എല്ലാവർക്കും വർക്ക് കാര്യങ്ങളൊക്കെ ഇഷ്ടമായി തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഫ്രോൺസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണ്ടി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ. അടുത്ത നല്ലൊരു വീഡിയോ കേട്ടോ.